ക്യാച്ച് ചെയ്ത് ഈ പിടിച്ച കൈ നമ്മൾ എന്ത് ചെയ്യണം, കൈക്ക് പിടിക്കുകയും ഓപ്പോസിറ്റ് ഹാൻഡ് ഇടത്തെ കൈ കൊണ്ട് നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്യുകൊണ്ട് ചെയ്യണം. മുറുക്കി പിടിക്കണം. മുറുക്കി പിടിച്ച് നമ്മൾ സ്വാഭാവികമായും നമ്മളെ കാല് ഇങ്ങോട്ട് സ്റ്റെപ്പ് തെറ്റിയിട്ടുണ്ടാവുക, നമ്മൾ അങ്ങോട്ടാണ് വലിക്കുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൽ അമർന്ന് പിടിക്കണം. പിടിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് പുഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി ശത്രു എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വരും. അതെ, ഓട്ടോമാറ്റിക്കായി വരുമ്പോൾ എൽബോ അറ്റാക്ക് ഫ്ലെക്സിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ അറ്റാക്കൊക്കെ കണ്ടു, നമ്മളെ ചെസ്റ്റിൻ്റെ സെൻട്രൽ ലെവലിലേക്കാണ് ഈ അറ്റാക്ക്. ശരിക്കും ചെസ്റ്റ് സെൻറ്ററിൽ നല്ല കാര്യമായ ഒരു അറ്റാക്ക് കിട്ടി കഴിഞ്ഞാൽ ഹാർട്ട് വരെ ഏതാനും സമയം സ്റ്റക്കായി പോകും. പെട്ടെന്ന് അയാൾ തലകറക്കം അതുപോലത്തെയുള്ള സംഭവങ്ങളൊക്കെ ആ അറ്റാക്ക് കിട്ടിയ വ്യക്തിക്ക് വരും. നമുക്ക് രക്ഷപ്പെടാനൊക്കെ ഇത് വളരെ സ്വാഭാവികമായിട്ട് ആവശ്യമാണ്. ഇത് കുറച്ച് പഠിച്ച് നല്ല എക്സ്പീരിയൻസ്, ഒരു 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് നേടിയ ആളാണെങ്കിൽ ആ അറ്റാക്ക് കിട്ടി കഴിഞ്ഞാൽ ജീവൻ തന്നെ പോകാൻ സാധ്യത ഉള്ളൊരു ടെക്നിക്കാണ്. അതേപോലെ തന്നെ ഇത് പഠിച്ച് നമുക്ക് കുറച്ച് ഇതിനോട് പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അത് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കൽ സൈഡും കൂടെ ചെയ്ത് നോക്കണം. വീട്ടിലൊന്നും ആരും ചെയ്യരുത്, മനസ്സിലാക്കുക ഇതെല്ലാം. ഈ പരിചയപ്പെടുത്തൽ സെഗ്മെന്റുകൾ കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അത്യുഗ്രൻ റിയാലിറ്റി ഷോ മത്സരമാണ്. വ്യത്യസ്തമായ 4 വിഭാഗം മത്സരങ്ങളാണ് ഈ ആയോധന കല റിയാലിറ്റി ഷോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മത്സര വിഭാഗങ്ങൾ: 1. ഫൈറ്റ്, വളരെയധികം റിയലിസ്റ്റിക്കായി പക്ഷേ ഒരു ഇഞ്ചുറി ഇല്ലാതെ ചെയ്യുക. ആ രീതിയിലുള്ള ഏറ്റവും നല്ല ടൈമിംഗ്, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഫൈറ്റിംഗ് സെക്ഷൻ. ഇതിന് 2 ലക്ഷം രൂപ സമ്മാനം. രണ്ടാമത്തെ വിഭാഗം, അതെ, അതിഗംഭീര ബ്രേക്കിംഗ് മത്സരങ്ങൾ. മൂന്നാമത്തെ വിഭാഗം നമ്മുടെ വെറും കൈയും കാലും ഉപയോഗിച്ചിട്ടുള്ള, കരാട്ടയിൽ കത്ത് എന്ന് പറയും, കുംഫുൽ ഫോംസ് എന്ന് പറയും, കളരിപ്പയറ്റിൽ അതിൻ്റെ ആ മുറകൾ എന്ന് പറയും. എന്തുമാകട്ടെ, ഏത് തരം അഭ്യാസ കലകളുള്ള ആളുകൾക്കാണെങ്കിലും അവരുടെ ശരീരം ഉപയോഗിച്ച് എത്ര വേഗത്തിൽ, എത്ര പെർഫെക്ഷനോടുകൂടി, ടൈമിംഗ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി മത്സരമാണ് 4ാമത്തെ വിഭാഗം. അതെ, ആയുധങ്ങളുടെ തീപാറുന്ന മത്സരങ്ങൾ. നാല് വിഭാഗങ്ങളിലായിട്ടുള്ള ഈ മത്സരത്തിൽ ഓരോ വിഭാഗത്തിനും 2 ലക്ഷം രൂപ സമ്മാനവും, ഓൾറൗണ്ട് എല്ലാ വിഭാഗത്തിലും നന്നായി സ്കോർ ചെയ്യുന്ന ആൾക്ക് എക്സ്ട്രാ 2 ലക്ഷം രൂപ സമ്മാനവും. മൊത്തം 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഇതിലൂടെ ഈ ആയോധന കലാകാരന്മാർക്ക് നേടാൻ സാധിക്കുക. നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന, എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മനോബലം, മനസ്സിൻ്റെ ബലക്കുറവ്. ഇന്ന് വളരെയധികം ആളുകൾ സൈക്കോളജിക്കൽ പ്രോബ്ലം, വളർന്നു വരുന്ന കുട്ടികൾ അത് പല രീതിയിലും പല സ്വാധീനങ്ങളിലും പെട്ട് അവരുടെ ആ ശരിയായ ബുദ്ധി, ശരിയായ ചിന്താതലം അതവർക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കാത്തു സൂക്ഷിക്കാൻ നമ്മെ സഹായിച്ചിരുന്നതാണ് വേദഗ്രന്ഥങ്ങൾ. അത് പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതു തരം പ്രശ്നം വന്നാലും അതിനൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അതിൽ നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഒരു പുനരാവർത്തനം നടത്തുകയാണ്. നല്ല നല്ല വചനങ്ങൾ, നല്ല നല്ല ക്യാപ്ഷൻസ് അത് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പ്രോഗ്രാമിലൂടെ എല്ലാ എപ്പിസോഡിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്യാപ്ഷൻ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം. 1000 പേരെ 1000 യുദ്ധങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ ഉത്തമമായ വിജയം
സ്വയം ജയിക്കലാണ്. സ്വയം വിജയിക്കാനുള്ള ആ കഴിവ് അതേത് മേഖലയിലാണെങ്കിലും അത് നേടിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. പരിശ്രമമാണ് എല്ലാത്തിൻ്റെയും ഫലം നൽകുന്നത്. കൃത്യമായി മനസ്സിലാക്കിയല്ലോ. 1000 പേരെ 1000 യുദ്ധങ്ങളിൽ ജയിക്കുന്നതിനേക്കാൾ സ്വന്തം വിജയം, അതാണ് മഹാവിജയം. പ്രോഗ്രാമിലേക്ക് 1500ഓളം ആളുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രസൻറ്റേഷൻ നമ്മളിവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകളെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ അവരെക്കുറിച്ചൊരു അറിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും ഇതിലൂടെ ഏതൊരു ആയോധന കലാകാരനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതിനുശേഷമേ മത്സര വിഭാഗത്തിലേക്ക് നമ്മൾ പോവുകയുള്ളൂ. അപ്പോൾ ആ മത്സരത്തിന് മുന്നേ നിങ്ങളുടെ ആ അഭ്യാസങ്ങൾ എന്താണെങ്കിലും അത് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് കാഴ്ചവെക്കാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക. കുംഫുവിൻ്റെയും കരാട്ടയുടെയും തായ്ക്കൊണ്ടയുടെയും തായ്ച്ചിയുടെയും മോയിത്തായുടെയും ബോക്സിങ്ങിൻ്റെയും ഒക്കെ കളരിപ്പയറ്റിനൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങളെല്ലാ എപ്പിസോഡിലും കാത്തിരിക്കുന്നത്. ഡോണ്ട് മിസ് ഇറ്റ്.